സിസ്റ്റമായതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. ഇത് ശരിയാണെങ്കിൽ എന്താണ്? ഇത് 100% തെറ്റായിട്ടുള്ള രീതി ആയതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് റോങ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, തെറ്റായ വിപണന രീതി. കാരണം ഞാൻ വർഷങ്ങളോളം പണിയെടുത്ത് ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ വീട്ടിലൊരു അസുഖം വന്ന സമയത്താണ് ഞാൻ ഈ മാർക്കറ്റിംഗ് പ്ലാൻ കേട്ടത്. എനിക്ക് മനസ്സിലായി ഞാൻ പണിയെടുത്തതിൽ 14 വർഷം പണിയെടുത്തതിൽ 14 വർഷത്തിൽ 7 വർഷം പണിയെടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിന്റെ പകുതിയോളം പൈസ വരുന്നതിനോടൊക്കെയാണ് ഞാനുള്ള ആശുപത്രി ചെലവിനും അതുപോലെ തന്നെ ഈ പരസ്യ കമ്പനിക്കാർക്കും ഇതിനു വേണ്ടിയിട്ടാണ് പണിയെടുത്തത്. ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു തന്നപ്പോ എന്താണോ എനിക്ക് എന്റെ വീട്ടിൽ സംഭവിച്ചത്, എന്താണോ എനിക്ക് സംഭവിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഈ ഒരു സിസ്റ്റം വഴി ഇനിയും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാമെന്നും ഇതിലൂടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം 100% ഉപയോഗിക്കാമെന്നും ഇതിൽ കിട്ടാത്ത ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും എന്റെ ബാഗ്, പേന, ചെരുപ്പ്, ഷൂ എല്ലാ സാധനങ്ങളും എന്താണ് 100% RCM പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ അഭിമാനത്തോടെ ഇതിലൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് 100% എന്റെ വീട്ടിൽ എന്തായി ഈ പറഞ്ഞിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറി, ചെലവ് ചുരുങ്ങി, എന്റെ വിലക്കയറ്റത്തിന് എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ഇത് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടി. ആ നേട്ടങ്ങൾ ഞാൻ 4 വർഷമായി മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് 14 വർഷം കൊണ്ട് എനിക്ക് നേടിയത് ഞാൻ എന്താണ് ആസിമിലൂടെ പണിയെടുത്തത് മുഴുവൻ ഈ ആളുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ആസിമിലൂടെ ഞാൻ 4 വർഷം കൊണ്ട് എനിക്ക് അതേ പണി തന്നെ അതേ വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ആസിമിനനുസരിച്ച് ചെയ്തുകൊണ്ട് തന്നെ 4 വർഷം കൊണ്ട് എനിക്ക് ഈ വിദേശത്ത് നിന്ന് അതേ പൈസ എനിക്ക് ആസിമിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റാൾക്കാർക്ക് നേടിക്കൊടുക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എന്താണ് ഈ അവസരമുണ്ട്. ഈ അവസരത്തെ മനസ്സിലാക്കുക. ഈ സിസ്റ്റത്തിലുള്ള സഹായങ്ങളില്ല എനിക്ക് കിട്ടിയ അതേ എല്ലാവർക്കും ആലോചിക്കാൻ ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാകുന്നത് പറയുന്നതോട് എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയട്ടെ എന്നൊരു നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ അവസരം തന്ന ബി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട്